സംസ്ഥാനത്തെ ശിശുക്ഷേമ പദ്ധതികൾ പാളുകയാണ്. കാവൽ പ്ലസ് പദ്ധതികൾക്ക് ഫണ്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ജീവനക്കാർക്ക് ശമ്പളം നൽകിയിട്ട് ഒന്നും രണ്ടുമല്ല 9 മാസമായി എന്നാണ് പലരും പരാതി പറയുന്നത്. പ്രതിവർഷ വിഹിതവും ധനവകുപ്പ് അനുവദിച്ചിട്ടില്ല. പീഡനത്തിനിരയാവുന്ന കുട്ടികളുടെയും അനാഥ കുഞ്ഞുങ്ങളുടെയും ക്ഷേമമാണ് പദ്ധതിയുടെ ലക്ഷ്യം. 8000 കുട്ടികളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, സാമ്പത്തിക പ്രതിസന്ധി ശിശുക്ഷേമ പദ്ധതികളെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കാവൽ പ്ലസ് ഒക്കെ സർക്കാർ വലിയ പ്രതീക്ഷയോട് കൊണ്ടുവന്ന പദ്ധതികളാണ്. നിരാലംബരായ കുട്ടികൾ, പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികൾ, അരക്ഷിതരായ കുട്ടികൾ, അവരുടെ സംരക്ഷണം നൽകുന്നവർക്ക് പോലും 9 മാസമായി ഈ കുടിശ്ശികയുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് വേണമേ മനസ്സിലാക്കാൻ, അല്ലേ VS രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, സംസ്ഥാന സർക്കാരിന് ശിശുക്ഷേമത്തിനു വേണ്ടി ഒരു മന്ത്രാലയമുണ്ട്, വനിതാ ശിശു സംരക്ഷണ മന്ത്രാലയം വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വകുപ്പിന് കീഴിൽ ശിശു സംരക്ഷണത്തിന് സർക്കാർ നേരിട്ട് നടപ്പാക്കുന്ന 2 പദ്ധതികളേ ഉള്ളൂ. ഒന്ന് കാവൽ, മറ്റൊന്ന് കാവൽ പ്ലസ്. ഈ 2 പദ്ധതികളാണ് ശിശുക്ഷേമത്തിനു വേണ്ടി നടപ്പാക്കുന്നത്. ഈ 2 പദ്ധതികൾക്കുമുള്ള വിഹിതമായിട്ടുള്ള പണം അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ ശിശുക്ഷേമത്തിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. കാരണം കഴിഞ്ഞ 9 മാസമായി കാവൽ പ്ലസ് പദ്ധതികൾക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന NGOകൾക്ക്, അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോർഡിനേറ്റർമാർക്ക്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് മുഴുവൻ അവരുടെ ശമ്പളമോ അതുപോലെ ബാറ്റയോ, അതായത് യാത്രാ ഭത്തയോ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാവൽ പ്ലസ് എന്ന് പറയുന്നത് CNCP, CSA എന്നീ 2 പദ്ധതികളാണ്. ചൈൽഡ് ഇൻ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, അതായത് പ്രത്യേക സംരക്ഷണവും സുരക്ഷിതത്വവും ആവശ്യമുള്ള കുട്ടികൾ, അതുപോലെ ചൈൽഡ് ഇൻ സെക്ഷൽ അബ്യൂസ്, ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട കുട്ടികൾ, ഈ കുട്ടികൾക്കുള്ള സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കാവൽ പ്ലസ് എന്ന് പറയുന്നത്. വളരെ മാതൃകാപരമായ പദ്ധതിയാണ്. ദേശീയ തലത്തിൽ സംസ്ഥാനത്തിന് പുരസ്കാരങ്ങൾ കിട്ടിയ പദ്ധതിയാണ്. ഈ പദ്ധതിയാണ് ഈ വർഷം താളം തെറ്റുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികൾക്ക് സുരക്ഷിതത്വം വേണ്ട ശിഥിലമായ കുടുംബങ്ങളിലൊക്കെ പോയി, അച്ഛനില്ലാത്ത വീടുകൾ അല്ലെങ്കിൽ അമ്മയില്ലാത്ത വീടുകൾ, ബന്ധുക്കളുടെ വീട്ടിൽ ആശ്രിതരായി കഴിയുന്ന കുട്ടികൾ, ഇവരെയൊക്കെ ഇതിൻ്റെ പ്രവർത്തകർ നേരിട്ട് പോയി കണ്ട് അവരുടെ കെയർ ഉറപ്പാക്കി അവർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം, ഭക്ഷണം, അവരുടെ താമസം, അവരുടെ കൗൺസിലിംഗ്, ഇത്തരത്തിലുള്ള എല്ലാം, മാനസികാരോഗ്യം എല്ലാം ഉറപ്പാക്കുന്ന വളരെ മാതൃകാപരമായ പദ്ധതിയാണ് CNCP എന്ന് പറയുന്നത്. അതുപോലെ CSA എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ലൈംഗിക പീഡനത്തിനിരയാക്കപ്പെട്ട കുട്ടികൾ, ആ കുട്ടികൾക്ക് അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ, മാനസികാരോഗ്യം ഉറപ്പുവരുത്താൻ, അവർക്ക് ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനൊക്കെ കെയർ കൊടുക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതികളുടെ ആകെ നടത്തിപ്പിന് 3 കോടിയോളം രൂപ ബഡ്ജറ്റിലുണ്ട്. ആ ബഡ്ജറ്റിലുള്ള തുക പോലും ഇപ്പോൾ അനുവദിക്കപ്പെട്ട് കിട്ടുന്നില്ല. അപ്പം പ്രതിവർഷം ശിശുക്ഷേമത്തിന് വേണ്ടി 3 കോടിയോ 3.5 കോടിയോ ഒക്കെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുക, ആ തുക പക്ഷേ ഈ NGOകൾക്ക് വിതരണം ചെയ്ത് കൊടുക്കാതിരിക്കുക. ഇപ്പോൾ അതിനു വേണ്ടുന്ന സർക്കാർ ഓർഡർ പോലും ഇറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർഡർ ഇറങ്ങാതെ ആ പണം ഇവരിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. ബജറ്റ് കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. മാതൃകാപരമായ ഒരു പദ്ധതിയാണ് ഈ സാമ്പത്തിക ഞെരുക്കത്തിൽ താളം തെറ്റുന്നത്. തീർച്ചയായിട്ടും അതുണ്ടാവാൻ പാടില്ല. മാതൃകാപരമായ പദ്ധതി, ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച പദ്ധതിയാണ്. ആ പദ്ധതിക്ക് പണമില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ആ പദ്ധതി പാളാൻ പാടില്ല എന്നുള്ളതാണ്.